ഇല്ല. ഖത്താദ റളിയല്ലാഹുവിന്റെ തഫ്സീർ വന്നുകൊണ്ട് പറയാണ്, അനാവശ്യ മാർഗങ്ങളിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്നത് വളരെ കൂടുതലാണ്. അതിൽ മുൻപന്തിയിലാണ് ചില മുസ്ലിം സഹോദരങ്ങൾ. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിലൊരു ബർക്കത്തുണ്ടാകൂല. ഒരു സംശയമില്ലാത്ത വിധത്തിലുള്ള പലിശ, അതൊക്കെ പലർക്കും ഹലാലാണ്. എന്തിനും ഒരു വലിയ 40,000-50,000 ഒരു മൊബൈൽ വാങ്ങണം, അതിനും പലിശ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആൾക്കാരെ കഥ. എല്ലാറ്റിനും ഒരു വീട് വെക്കണം, അതിനും പലിശ, പലിശയോട് പലിശ. സഹോദരങ്ങളെ, വീട് വെക്കാനൊന്നും അങ്ങനെ വാങ്ങിയിട്ട് കുടുങ്ങാൻ നിൽക്കരുത്. പാകം പോലെ. എന്തിനാ അത്ര അധികം വാങ്ങണറ്? അത്രയും വലുതൊന്നും ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിയെങ്കിലേ നടക്കുള്ളൂ എന്ന് കരുതിയിട്ടാണ്. ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാക്കിയാൽ മതി. അള്ളാഹു തആല തരുന്ന സമ്പത്തല്ലേ. ഘട്ടം ഘട്ടമായിട്ട് സമ്പാദിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുക, പാകത്തിനനുസരിച്ച്. അങ്ങനെ നിങ്ങളെ ഓരോരുത്തരും പാകത്തിനനുസരിച്ച് ഉണ്ടാക്കിയുള്ളൂ. എല്ലാവരും കുടുംബം ഒരുപോലെ അല്ലല്ലോ. ചിലർക്ക് കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ വരാനുണ്ടാവും, ചിലർക്ക് കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. അതിൻ്റെ പാകത്തിനനുസരിച്ച് ഉണ്ടാക്കുക. അത് ഓരോരുത്തരും ലെവലനുസരിച്ചാണ്. പക്ഷെ ഒറ്റയടിക്ക് തന്നെ 1 കൊല്ലം കൊണ്ട് തന്നെ തീരണം, വേഗം തന്നെ ഉണ്ടാക്കണം, പെട്ടെന്ന് തന്നെ ആകണം. പിറ്റത്തെ കൊല്ലം ആൾക്കാരിങ്ങനെ, ഓൻ കടക്കാരനാണല്ലോ. എന്ത് കടം? ആർക്ക് കടം? പുരണ്ടാക്കിയിൽ കുറച്ച് കടമുണ്ട്. എവിടെ കടം? ബാങ്കിൽ കുറച്ച് കടം. എത്ര കടം? കുറച്ചുള്ളൂ, 50 ലക്ഷം. അത്ര. ഇതൊന്ന് അടച്ചു തീർക്കാൻ വേണ്ടി പെടുന്ന പാടും അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ആ മാസം മാസം കൊടുക്കേണ്ട തുകകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ സാക്ഷാൽ പലിശ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വാഹനം വാങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ശേഖരിച്ച് വെച്ച് പലിശക്ക് വാങ്ങണ്ട. ഘട്ടം ഘട്ടമായിട്ട് അധ്വാനിച്ച് റെഡിയാക്കിയിട്ട് നിങ്ങളങ്ങനെ വാങ്ങിക്കോളൂ. ഇതിനൊന്നും തകരാറില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഡെപ്പോസിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ പലിശ പോകുന്നത്. ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഏതെല്ലാം തട്ടിലാണ് പലിശൻ്റെ ഭാഗങ്ങൾ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഒക്കെ അറിയണമല്ലോ. അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. പോയപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദേ, അദ്ദേഹം അവരെ മുസ്ലിമാണ്, ഉസ്താദേ, നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഒരുപാട് ഡെപ്പോസിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. റജബും ഷാബാനും റമസാനൊക്കെ വരുമ്പോൾ, അവരങ്ങനെ റമസാനൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ ആ ബാക്കി വരുന്ന പലിശ പൈസ അവർ വാങ്ങിക്കൊണ്ടുപോകും സക്കാത്ത് കൊടുക്കാൻ. എങ്ങനെയുണ്ട്? സക്കാത്ത് റിലീഫ് കൊടുക്കാൻ ഓരോ മാസവും ബാക്കിയായിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നതാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. മറ്റേതോടൊന്നോട്ടെ, അത് നമ്മളെ മുതൽ മുടക്കല്ലേ. എന്താണ് ഈ കൊടുക്കുന്നത്? ധാരാളം കൊടുത്തു എന്നിങ്ങനെ തോന്നും. ഈ കൊടുത്തതിനെ പറ്റിയാണ് ആൾക്കാർ പറഞ്ഞത് യഖൂലു അഹ്ലക്തു മാലൽ ലുബദാൻ. പക്ഷെ അതിൻ്റെ കഴമ്പ് നോക്കുമ്പോൾ ഒന്നുപോലും സ്വീകരിക്കുന്ന തലത്തിലില്ലെങ്കിൽ ഏത് കൊടുത്തു എന്നായി പറയുന്നത്? ഏത് ആർക്ക് കൊടുത്തു എന്നായി പറയുന്നത്? വലാ തുഖ്ബലു സ്വദഖത്തും മിൻ ഗുലൂൽ. അവിഹിത മാർഗത്തിലൂടെ സമ്പാദ്യത്തിലുള്ള ഒരൊറ്റ സ്വതക്കയും സ്വീകരിക്കപ്പെടൂല. അവിഹിത മാർഗത്തിൽ ഒരു നയാ പൈസ നമ്മൾ സമ്പാദിക്കരുത്. ഏതെങ്കിലും കൂടിക്കലർന്നിട്ട് നമ്മളെ കയ്യിലേക്ക് വരുന്നതിനെ പറ്റില്ല ഞാൻ പറയുന്നത്. സ്പഷ്ടമായിട്ടും ഹറാമായ രൂപത്തിലുള്ളത് ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ മാർഗങ്ങൾ വർദ്ധിച്ച് വരികയാണ് ഓരോ ദിവസവും. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. അതിൻ്റെ ഒരു വക ഇന്നലെ ഞാൻ പറഞ്ഞു, ഷെയർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ളത്. ഞാൻ ഇന്ന് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തരും മരിക്കുന്നുണ്ടില്ല. നിങ്ങൾ എല്ലാവരും ഉണ്ട്, ഉസ്താദുമാരടക്കമുണ്ട്. ഞാൻ അവരെ മാത്രം ബഹുമാനിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല. ഇപ്പം അടുത്തൊരു ഉസ്താദ് മരണപ്പെട്ടു പോയപ്പോൾ കോടിക്കണക്കിനാണ് കടമുള്ളത്. വീടും ആധാരവും മക്കളും കുടുംബവും മൊത്തം വൃക്കയും കിഡ്നിയും ഒക്കെ വിറ്റാലും തീരൂല. അത്രയും കോടിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ആരാ അതൊക്കെ വീട്ടുക? ഇത് എവിടുന്ന ആഖിറത്തിലെത്തുമ്പോൾ എടുത്തു കൊടുക്കുക സഹോദരങ്ങളെ. ഒരാൾക്കും ഒരു ഹക്കും ബാക്കിയാകാത്ത രൂപത്തിൽ അള്ളാഹു മൗത്ത് നൽകട്ടെ. ഒരു ഹക്കും ബാക്കിയാകരുത്. മരിച്ചു പോകുമ്പോൾ നമ്മളിലോ നമ്മളെ മക്കളിലോ നമ്മളെ പെരടിയിലോ ആയിട്ട് ഒരു ഹക്കും അള്ളാഹു ബാക്കിയാക്കാതിരിക്കട്ടെ. കുടുങ്ങിയിട്ട് ജീവിതത്തിൻ്റെ നല്ല നല്ല ആവശ്യങ്ങൾക്ക് കടം വന്ന് കുടുങ്ങി ബുദ്ധിമുട്ടായ ആൾക്കാരുണ്ട്. അറിയാതെ വിട്ടുപോയിട്ട് കുടുങ്ങിയവരുണ്ട്. നമ്മളവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അവരൊക്കെ അള്ളാഹു മോചിപ്പിക്കട്ടെ. നല്ല മാർഗങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. കടങ്ങൾ അള്ളാഹു കൂട്ടിക്കൊടുക്കട്ടെ. മുമ്പ് തെക്ക് ഭാഗത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു സ്വലാത്ത് വാർഷികം എന്തോന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അപ്പം ഇങ്ങനെ ഒരു കടലാസ് ഇങ്ങനെ വന്നു. ഒരു കടലാസ് ദ്വാരക്കാൻ വേണ്ടി അങ്ങനെ ദ്വാരക്കാൻ ഒരുങ്ങുമ്പോഴാണ് കടലാസ് വന്നു. ആ കടലാസ് വായിച്ചിട്ട് ഒരുപാട് നേരം ചിന്തിച്ചു.
പടച്ചോനെ ഈ കടലാസിലുള്ളത് പറയണോ പറയണ്ടേ? പറഞ്ഞാലും ബുദ്ധിമുട്ട്, പറഞ്ഞിട്ടില്ലെങ്കിൽ എഴുതി തന്ന ആൾക്ക് ബുദ്ധിമുട്ട്. അപ്പൊ അവസാനം ഈ കടലാസിൽ എഴുതി തന്ന ആള് സ്വകാര്യമായിട്ട് എന്നൊന്ന് കാണണം, ഞാനതിവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്താ കടലാസിലുള്ളതെന്ന് അറിയാം? ലക്ഷക്കണക്കിന് പലിശക്കട ഉണ്ട്, അത് വീടാൻ വേണ്ടി ഒരു 300 രൂപ സംഭാവന ഉണ്ട്, ഉസ്താദ് വരക്കണം. നമ്മൾ ആലോചിക്കണ സഹോദരങ്ങളെ, പല ദ്വാരും പലതും ആവശ്യങ്ങൾക്ക് ദ്വാ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ദ്വാ കേൾക്കുന്നത്. ഒരാവശ്യം പറഞ്ഞിട്ട് രോഗം മാറാന് പലതിനും ദ്വാരക്കല്ലേ. മുറാദ് ഹാസിലാകാൻ, കച്ചവടത്തിൽ വർക്കത്തുണ്ടാകാൻ, ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ, മക്കൾ പഠിക്കാൻ, നല്ല പാസ്സാകണം, നല്ല ഡിഗ്രിയിലെത്തണം, ഒക്കെ ദ്വാരക്കല്ലേ. ഇതെല്ലാം മുറാദുകൾ പറയലുണ്ട്. പക്ഷെ ഇങ്ങനൊരു മുറാദ് ആദ്യമായിട്ട് കേൾക്കണം. അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ നെട്ടിപ്പോയി, എന്ത് ചെയ്യണത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ? അത്രയും കൂടുതൽ ആളുകൾ അതിൽ അഡിക്റ്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുമ്പൊക്കെ മാപ്പിളാരെ കാണുമ്പോൾ ഒരു മുസ്ലിമാണ് എന്ന അർത്ഥത്തിൽ കാണുന്ന ആൾക്കാർ ആരിലേക്കും ലോട്ടറിക്കാരൻ ലോട്ടറി നീട്ടിയിരുന്നില്ല. നീട്ടിനോ? ഇന്ന് സാർവത്രികമായി നീട്ടുകയാണ്. ചൂഷണത്തിന്റെ ഏറ്റവും വലിയൊരു സാധനമാണത്. 1 രൂപ പോലും തൊട്ടുപോകരുത് സഹോദരങ്ങളെ, ഒറ്റ പൈസ പോലും ചെലവാക്കരുത്. മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്.